പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത കൽപാത്രം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ പ്രതീക്ഷിച്ച പലതും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളെ ദൈവം തുറക്കും. ഈ കൽപാത്രത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു വലിയ കല്ലെടുത്തിട്ട് കല്ലാശാരി കൂർത്ത ഉളി കൊണ്ട് ബലമേറിയ ചുറ്റിക കൊണ്ട് അടിച്ചടിച്ചടിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ കൽപാത്രം വലുതാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉളിപ്പാടുകളും ചുറ്റികയുടെ ആഘാതങ്ങളും ഉണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ ദൈവം നിന്നെ നിറയ്ക്കും. നിന്റെ ഉളിപ്പാടുകൾക്കപ്പുറം, നിന്റെ മുറിവുകൾക്കപ്പുറം നിന്നിലൊരു നിറവ് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ കൽപാത്രം ആദ്യമായിട്ടല്ല നിറഞ്ഞത്. ഈ കൽപാത്രം ഇതിനു മുമ്പും നിറഞ്ഞിട്ടുണ്ട്. കൽപാത്രം ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നിറച്ചിട്ടുണ്ട്. പക്ഷേ നിറഞ്ഞ കൽപാത്രത്തിലെ വെള്ളം മുഴുവൻ എന്തിനെ ഉപയോഗിച്ചിട്ടുള്ളതെന്നറിയാമോ? കാല് കഴുകാനേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ കൽപാത്രം എത്രയോ പ്രാവശ്യം നിറഞ്ഞത്. പക്ഷേ അതെന്തിനു മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ? നിലത്തൊഴിച്ച് കളയാൻ. അതിൽ നിന്ന് കോരിയ ഒരു തുള്ളി വെള്ളം പോലും ആരും മേപ്പോട്ട് എടുത്തിട്ടില്ല. അതിൽ നിന്ന് കോരിയ ഒരു തുള്ളി വെള്ളം പോലും ആരും കുടിച്ചിട്ടില്ല. അതിൽ നിന്ന് കോരിയ വെള്ളം മുഴുവനും എന്തേ ചെയ്തിട്ടുള്ളൂ? നിലമറിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. നിലത്തൊഴിച്ച് കളഞ്ഞ വെള്ളത്തെ ആരും ഓർക്കുകയില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ഞാൻ ഇന്ന് പകൽ ഇതിനകത്ത് ഫുൾ ശുശ്രൂഷ റിലേറ്റഡ് ആയിട്ടാണ് ഈ മുഴുവൻ കണക്ട് ആയിട്ട്. നീ പലപ്പോഴും നിറയപ്പെട്ടവനാണ്, പക്ഷെ നിന്നെ എപ്പോഴും കാല് കഴുകാനേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഇന്ന് നിന്നെ നിറയ്ക്കുക. ഇനി ഇതുകൊണ്ട് കാല് കഴുകാൻ പറ്റത്തില്ല, ഇനി നിലത്തൊഴിക്കാൻ പറ്റത്തില്ല. നിന്നെ ദൈവം നിറച്ചത് കാല് കഴുകാനല്ല.